ഹലോ മച്ചാമാരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടത് ആവേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നലെ നിന്നേച്ചെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഒരു പണി കിടക്കണ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇന്നലെ ടെൻ്റൊക്കെ അടിച്ച് നിന്നിട്ടുണ്ടായത്. ഇപ്പോൾ രാവിലെ നമ്മൾ പാക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിരിക്കണേ. പിന്നെ എഴുന്നേറ്റപ്പോഴേക്ക് ഇത്തിരി ലേറ്റായി, 8 മണി കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റ്. കാരണം തന്നെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിരിക്കുമ്പോഴേക്ക് സമയം 9:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ പരിചയപ്പെട്ട ചേട്ടന്മാരാണെങ്കിലും വളരെ അടിപൊളിയായിട്ടുള്ള ചേട്ടന്മാരാണ്. പിന്നെ നമുക്ക് ഭക്ഷണമൊക്കെ മേടിച്ചു. അതുകൂടാണ്ട് തന്നെ ആ ചേട്ടൻ ഇപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇപ്പോൾ 2 കമ്പിളിയുണ്ട്. നമുക്ക് തണുക്കണോ, അങ്ങോട്ട് പോകുമ്പോൾ ഇനി തണുപ്പ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇത് ഇപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വന്നാണ്. 2 എണ്ണം താഴെ വിരിക്കാനും അതുപോലെ തന്നെ പുതക്കാനൊക്കെ ആയിട്ട് ഉപകാരപ്പെടുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇനിയിപ്പോൾ മണലിലേക്ക് പോകുന്നവർക്ക് ഭയങ്കര തണുപ്പാണ്. അപ്പം നിനക്ക് രാത്രി കിടന്നുറങ്ങാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2 കമ്പിളിയുടെ വിസ്താരമൊക്കെ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയണ്ടതെന്ന് അറിയാൻ പാടില്ല, വളരെ സന്തോഷമുണ്ട്. നമ്മുടെ യാത്രേനെയൊക്കെ ഇതേപോലെയുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്ത്. ഇപ്പോൾ കുട്ടൂസൻ്റെ ലഗേജും അതുപോലെ തന്നെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ആ ചേട്ടൻ കൊണ്ടുവന്ന വിസ്തറി 2 എണ്ണം കൂടി ഏകദേശം ഒരു 6-7 കിലോ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ കുട്ടൂസൻ്റെ ലഗേജ് ഉണ്ടോ. അങ്ങനെ ഇന്നലത്തെ ഒരു ദിവസം നമ്മൾ 4 ടണൽ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ വന്യവഴിക്ക്. ഇപ്പോൾ രാവിലെ ഇറങ്ങി നമ്മളിപ്പോൾ പോകാൻ നേരത്തെ അടുത്തൊരു ടണൽ വന്നിട്ടുണ്ട്. അപ്പോൾ ടണൽ നമ്പർ 5 ആണിത്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ടണലിൻ്റെ ഭാഗങ്ങളൊക്കെ എത്താൻ നേരത്ത് കാണാനായിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ടണൽ നമ്പർ 5 ആണ് കേട്ടോ. ഇപ്പോൾ 5ാമത്തെ ടണലാണ്. ഇപ്പോൾ ഈ ടണലിൻ്റെ ലെങ്ത്ത് നമുക്ക് അടുത്ത് പോകാൻ നേരത്ത് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ടണലിൻ്റെയും ടണൽ നമ്പർ എഴുതണതിൻ്റെ അടിയിൽ തന്നെ അവർ ലെങ്ത്ത് എഴുതി വെച്ചേക്കിട്ടുണ്ട്. അപ്പോൾ എന്താ പറയണ്ടതെന്ന് അറിയാമല്ലോ, വളരെ സന്തോഷമുണ്ട് ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ നേരത്ത്. അതുപോലെ തന്നെ നമ്മൾ യാത്ര പോകാൻ നേരത്തും ഇപ്പോൾ ഈ വഴി കുറേ ട്രാവലേഴ്സ് യാത്ര ചെയ്യണ വഴിയായതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ നമ്മളെ നിർത്തി നല്ല യാത്രയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം തന്നെയുണ്ട്. അങ്ങനെ ഈ ടണലിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 740 മീറ്ററാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത ടണലിൽ കയറി പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ടണലിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ ഓരോ വണ്ടികൾ പോണതിൻ്റെ ശബ്ദവും അതോടൊപ്പം തന്നെ എക്സോസ്റ്റിൻ്റെ ശബ്ദങ്ങളെല്ലാം കൂടി ടണലിനകത്ത് കയറുന്നിട്ട് ഭയങ്കര ശബ്ദമായിരിക്കും കേട്ടോ. ജസ്റ്റ് ഗ്യാപ്പിൽ കൂടിയൊക്കെ പോകണം ലോറികൾ. അപ്പോൾ നമ്മളോട് കുറേ പേര് ചോദിച്ചായിരുന്നു ടണലിൽ കൂടി സൈക്കിളായിട്ട് പോകാൻ നേരത്ത് വണ്ടികളുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ലോറി വരുമ്പോൾ അവർക്ക് പ്രശ്നമാണ്. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നിർത്തിയൊക്കെ കൊടുത്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു വണ്ടി കണ്ടപ്പോൾ നിർത്തി കേട്ടോ. അപ്പോൾ ഈ വണ്ടി കണ്ടപ്പോഴേക്കും ഒരു കൗതുകം തോന്നി. നല്ല രസമുണ്ട് കേട്ടോ വണ്ടി കാണാനായിട്ട്. അപ്പോൾ ഇത് ഏത് വണ്ടിയാണ്, എന്താ മോഡലൊന്നും അറിയാൻ പാടില്ല. 4 ടയറുണ്ട്, പെട്ടി പോലത്തെ ബോഡിയുണ്ട്, വമ്പൻ സെറ്റപ്പാണ് കേട്ടോ. ഇവിടെ വെള്ളത്തിൻ്റെ സെറ്റപ്പ്. അതുപോലെ തന്നെ എൻജിനാണെങ്കിൽ വലിയൊരു ജനറേറ്ററാണ്, വലിയ ജനറേറ്ററിലാണ്. പിന്നെ ഫ്രണ്ടിൽ കരിമ്പിൻ ജ്യൂസ് അടിക്കാനായിട്ടുള്ള സെറ്റപ്പുണ്ട്. അപ്പോൾ ഈ വണ്ടി റോട്ടിൽ കൂടി ഓടാൻ നേരത്താണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ സ്റ്റിയറിങ്ങും ഗിയറൊക്കെ വന്നേക്കണുണ്ടോ. അതുപോലെ തന്നെ ഒരാൾക്കിരിക്കാനായിട്ട് നല്ല കലക്കൻ സീറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇതേപോലെയുള്ള വണ്ടികളൊന്നും ഒരിക്കലും കാണാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇതേപോലെ വണ്ടികൾ പണിത് കഴിയുമ്പോൾ തന്നെ റോട്ടിലോട്ട് ഇറക്കണ മുമ്പ് തന്നെ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളിപ്പോൾ കുട്ടൂസനായിട്ട് ഈ വണ്ടിയൊക്കെ കണ്ടിരിക്കാൻ നേരത്തെ ഇവിടെ അടുത്തൊരു വയസ്സാവ് വന്ന് നമ്മൾ വണ്ടിയൊക്കെ നിർത്തി പരിചയപ്പെട്ടായിരുന്നു. आपका नाम? मेरा नाम सुशील शर्मा। सुशील शर्मा। जगह आपका घर? सुंदरनगर। 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 सुंदरनगर चलेगा। सुंदरनगर चलेगा। ओह अच्छा है। और एकदम है। अच्छा। यात्रा कैसा है? अच्छा यात्रा अच्छा है। हिमाचल कैसा लगा? हिमाचल अच्छा लगा। एकदम अच्छा। एकदम अच्छा। मैं पहले एक बार गया आया इधर, अच्छा। साइकिल से आया, इसलिए ज़्यादा अच्छा लगेगा। अभी हिमाचल जाके फिर वापस चलेगा। अभी താങ്ക് യു. ഓക്കെ. അങ്ങനെ നമ്മളിപ്പോൾ കുട്ടൂസനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴി കാണാനായിട്ട് നല്ല രസമുള്ള കാഴ്ചകളാണ്. അപ്പോൾ വലിയ വലിയ മലനിരകളൊക്കെ കണ്ട്
കയറി പോകാനായിട്ട് നല്ല രസമുണ്ട്. അങ്ങനെ കുട്ടൂസിൽ ഇപ്പോൾ സൈഡിൽ നിർത്തിയിട്ട് നമ്മളിപ്പോൾ എത്തിയേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഹറാബാഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഹറാബാഗ് കറക്റ്റ് ഹറാബാഗ് എത്തിയിട്ട് ഇവിടെ ഒരു സ്റ്റോണും കാണാം, ഹറാബാഗ് 0. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് ഏകദേശം 130 കിലോമീറ്റർ ആണ് കേട്ടോ മാൾ റോട്ടിലേക്കുള്ള മണാലിയിൽ. അങ്ങനെ ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. 4:30 കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം ഫോഗ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ചായ കുടിക്കാൻ കയറി ഇപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരെ ഇപ്പോൾ ഗ്ലൗസും അതുപോലെ തന്നെ സെറ്ററൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പോണത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ട് ചായ മാഗിയൊക്കെ കഴിച്ചിട്ട് വെറും 40 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള മാഗി. നമ്മളിപ്പോൾ ഇതിന് മുമ്പ് വന്ന സ്ഥലങ്ങളിലെല്ലാം ചായക്ക് എല്ലാവരും 10, 15, 20 രൂപയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ വൈസാബിൻ്റെ അവിടെ വന്നിട്ട് ചായക്ക് 10 രൂപ. അതുപോലെ തന്നെ നമുക്ക് മാഗി മുട്ടയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി തന്നെന്ന് പറഞ്ഞാൽ വെറും 30 രൂപ കണ്ട അവരുടെ. അപ്പോൾ നല്ല ലാഭവുമായിരുന്നു ഈ കട. ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ സുന്ദർ നഗറാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിലെ സുന്ദർ നഗറാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വെള്ളം കാണുന്നതെന്ന് പറഞ്ഞാൽ അത് ലേക്കാണ് ഈ ഭാഗത്തുള്ളത്. ഇവിടെ നിന്നാണ് മുകളിലോട്ടുള്ള കുറേ വില്ലേജുകളിലേക്കെല്ലാം വെള്ളം സപ്ലൈ ചെയ്യണത്. ആ ഒരു ലേക്കാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നല്ല രസമുള്ള കാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ മണാലിക്ക് പോകുന്ന വഴിയിലാണ്ട് ഈ ബായിസാബിൻ്റെ ഈ ഒരു ചെറിയ കടകൾ. ഇപ്പോൾ ഇവിടെ ബാക്കിയെല്ലാം പണിതുകൊണ്ടിരിക്കണതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വലുതായിക്കൊണ്ടിരിക്കണതാണ് കട. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഈ ബായിസാബിനെയൊക്കെ പരിചയപ്പെടാം. അപ്പോൾ ബായിസാബ് आपका नाम? ശുഭം. ഇതർ ശുഭം എന്നാണ്. അതുപോലെ തന്നെ അടുത്ത് ഒരു വൈസാബ് ഉണ്ട് കേട്ടോ. വൈസാബ് आपका नाम? My name is Manoj Kumar Sharma. हाँ, Manoj Kumar Sharma. मनोज कुमार शर्मा. അപ്പോൾ താങ്ക് യു, ധന്യവാദം. Okay. അങ്ങനെ സമയം ഇപ്പോൾ 7 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അടുത്ത ഒരു ടണലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ടണൽ നമ്പർ 6 ആണ്. അപ്പോൾ ഈ ടണൽ എന്ന് പറഞ്ഞാൽ 2 സൈഡ് ഓപ്പൺ ഉള്ളതുകൊണ്ടിട്ട് വലിയ സീനില്ല കേട്ടോ. നമ്മൾ ഇത്രയും വന്ന ടണൽ എല്ലാം ഒറ്റ വഴിയായിരുന്നു 2 സൈഡിലെ വണ്ടികളും പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ ഭയങ്കര റിസ്ക് ആയിരുന്നു നമുക്ക് ആ ടൈമിലൊക്കെ. അപ്പോൾ ഈ ടണൽ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല, കാരണം 1 വേ ആയതുകൊണ്ടിട്ട് ബാക്കിൽ നിന്ന് വന്ന വണ്ടികൾക്കാണെങ്കിൽ പോകാനായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ കുട്ടൂസനായിട്ട് ചവിട്ടി പോകാൻ വേണ്ടി പറ്റും. ഈ ടണൽ എൻട്രിയുടെ അവിടെ എത്ര മീറ്ററാണെന്ന് ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ലെങ്ത് ഉള്ളൊരു ടണൽ തന്നെ ഉണ്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ടണൽ നമ്പർ 6 ആണ്. അപ്പോൾ നമ്മൾ ടണൽ നമ്പർ 6 ക്രോസ് ചെയ്ത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് അടുത്ത അവിടെ ഒരു ടണൽ കാണാം. അത് ടണൽ നമ്പർ 7 ആണ്. അപ്പോൾ അതും കൂടി ക്രോസ് ചെയ്ത് എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പോകുമ്പോൾ ഇവിടെ ഒരു താഴേക്കാണ് ചെറിയൊരു കടയുണ്ട്. ആ കടയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബൈസാബിൻ്റെ ആണ്. അപ്പോൾ അതുപോലെ തന്നെ അവരെല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കൺട്രോൾ റൂമാണ് ഇവിടെ ടണലിനകത്തുള്ളത്. അപ്പോൾ ചേട്ടൻ തന്നെ നമ്മളോട് വിളിച്ചിട്ട് പറഞ്ഞു എന്നാൽ അങ്ങോട്ട് പോകേണ്ട, കാരണം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇനി ഒരു 10-40 കിലോമീറ്റർ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ക്യാമ്പ് ചെയ്യണേക്ക് ഭയങ്കര റിസ്ക്കാണ്, നീ ഇന്ന് ഇവിടെ തന്നെ നിന്നോന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു വെട്ടമുള്ള, അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ലൊരു ഫ്ലോർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ നിന്നോളാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടെൻറ്റെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ റെയിൻ കവർ ഇടണം. അതുപോലെ തന്നെ ഇതാണ് ഇന്ന് രാവിലെ നമുക്ക് ഇന്നലെ പരിചയപ്പെട്ട ചേട്ടന്മാർ ഇന്ന് പോണ മുമ്പ് നമ്മൾക്ക് രാവിലെ കൊണ്ടുവന്ന് വന്നതാണ് ഇത് 2 എണ്ണം. ഇതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു 2 കമ്പിളുടെ വിസ്തറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇന്ന് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റും. വലിയ തണുപ്പൊന്നും അനുഭവപ്പെടില്ല. ഇതൊക്കെ വിരിച്ച് അതുപോലെ തന്നെ സ്ലീപ്പിംഗ് ബാഗും പിന്നെ നമ്മളിപ്പോൾ സെറ്ററൊക്കെ ഇട്ടിട്ടേക്കണം. അപ്പോൾ വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ തണുപ്പെന്ന് പറഞ്ഞാൽ 5 ഡിഗ്രി ആണ് കേട്ടോ. 5 ഡിഗ്രി തണുപ്പായിട്ടുണ്ട്. അപ്പോൾ 5 ഡിഗ്രി തണുപ്പായിട്ടുണ്ട്. ഇപ്പോൾ കൈയൊക്കെ നല്ലോണം തണുത്തു. ഇപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ട് വരെ കൈയൊക്കെ മരവിച്ച് പോയിക്കൊണ്ടിരിക്കണുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ടെൻറ്റിൻ്റെ ഇനി റെയിൻ കവറൊക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ അകത്ത് വിസ്തറൊക്കെ വിരിച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് ഇന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്ന് അവിടുത്തെ ബായിസാബ് തന്നെ നമ്മളോട് ഭക്ഷണമൊക്കെ ഇന്ന് ഇവിടെ നിന്ന് തന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നും വേറെ ടെൻഷനൊന്നുമില്ല. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ മണാലിയിലേക്ക് വെച്ച് പിടിക്കണം. 100 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, 105 കിലോമീറ്ററും കൂടി ഉണ്ടാവും ഇപ്പോൾ ഇവിടെ നിന്ന് മണാലിയിലേക്ക്. അപ്പോൾ നാളെ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി വിളിച്ചിട്ട് നമുക്ക് മണാലി എത്തിപ്പെടാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കണം. അപ്പോൾ എങ്ങാലും എത്താൻ പറ്റിയില്ലെങ്കിൽ മറ്റന്നാൾ എന്തോന്നാലും നമ്മൾ മണാലിയിലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകുന്നതായിരിക്കുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്തേക്കണം. അപ്പോൾ ലൈറ്റാണ് ആ ഭാഗത്തുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഈ ടണലിൻ്റെ ഇവിടെ ഉണ്ട് ഈ കട വരുന്നത്. അപ്പോൾ ഈ കടയിലെ ചേട്ടനാണ് നമ്മളെ വിളിച്ച് നിർത്തിയിട്ട് ഇന്ന് ഇവിടെ നിന്നോളാനൊക്കെ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്യണം അവരെയൊക്കെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ട് അവിടെ ഇന്ന് വെട്ടത്തിൽ തന്നെ ടെൻ്റ് അടിച്ചോളാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളോട് പറഞ്ഞ് ഇന്ന് ഇവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ മാഗിയും അതുപോലെ തന്നെ ബ്രെഡ് ഓംലേറ്റ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ വൈസാബ് ബ്രെഡ് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്.
2 ബ്രെഡ് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ വൈസാബിനൊക്കെ ഇപ്പോൾ പരിചയപ്പെടാം. വൈസാബൊക്കെ ഇപ്പോൾ ഇവിടെ ഇരിക്കണുണ്ട്. അങ്ങനെ ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ തണുപ്പത്ത് നമ്മളിപ്പോൾ ഇവിടെ തീയൊക്കെ കൂട്ടിയിട്ട് തീയൊക്കെ കാഞ്ഞിരിക്കണേന്. അപ്പോൾ ഇവിടുത്തെ ഒരു വൈസാബുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വിളിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആ വഴി പോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ ഈ വൈസാബാണ് നമ്മളെ വിളിച്ച് ഇപ്പോൾ പരിചയപ്പെട്ടിട്ട് നമ്മളോട് ഇന്ന് ഇവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ലൊരു വൈസാബിൻ്റെ അടുത്ത് തന്നെയാണ് ഇന്ന് എത്തിപ്പെട്ട്. വൈസാബ് आपका नाम? मेरा नाम अंकुश मोहन है। अंकुश मोहन എന്നാണ് അപ്പോൾ माई कॉफी शॉप कॉफी शॉप नियर टनल नंबर 6 मंडी बाईपास। थैंक यू. अच्छा लगेगा आपको मिलेगा तो आज. थैंक यू। वो प्रॉपर प्लेस मंडी में है. या दिस इज प्रॉपर प्लेस मंडी। അതുപോലെ തന്നെ അടുത്തൊരു വൈസാബ് ഉണ്ട് കേട്ടോ. വൈസാബ് आपका नाम? मेरा नाम सुमुजीत है, ऐसे सोमनाथ प्यार से। यहाँ पे मेरा फ्लावर डेकोरेशन का काम है। मैं यहाँ अपना वेस्ट बंगाल से हूँ, कोलकाता से. ഓ അച്ഛാ അച്ഛാ. അപ്പോൾ കൊൽക്കത്തയിൽ നിന്നുള്ള വൈസാബാണ്. അപ്പോൾ വളരെ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ ഇന്നത്തെ ദിവസവും എത്തിപ്പെട്ടെ. ഇനിയിപ്പോൾ നാളെ നമ്മൾ പരമാവധി മണാലിയിലേക്ക് എന്തായാലും എത്തിപ്പെടുന്നതായിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടിക്കോ. അപ്പോൾ നിങ്ങളൊക്കെയാണ് നമ്മുടെ പവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് വൈസാബിൻ്റെ ടീ സ്റ്റോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മണാലിയിലേക്ക് വന്ന ആൾക്കാരുകൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും ടണൽ. ഇപ്പോൾ 4 ലൈനിൽ വന്ന ടണലിൻ്റെ 6ാമത്തെ ടണൽ കഴിഞ്ഞ് 7ാമത്തെ ടണൽ ഇപ്പോൾ നമുക്ക് അവിടെ ദൂരെ കാണാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ 6ാമത്തെ ടണൽ കഴിയുമ്പോൾ തന്നെയുള്ള ഒരു ചെറിയ ചായക്കടയാണ്. പക്ഷേ നല്ലൊരു വൈസാബാണ്. അപ്പോൾ ഈ വഴി പോകുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി ചായയൊക്കെ കുടിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കുറിച്ചിട്ടുള്ള കഥയും കാര്യങ്ങളൊക്കെ ഈ വൈസാബൊക്കെ കുറേ പറഞ്ഞു തരുന്നതായിരിക്കും. അടിപൊളി ഒരു വൈസാബ് തന്നെയാണ്. അപ്പോൾ ഇതാണ് വൈസാബിൻ്റെ കടയെന്ന് പറഞ്ഞാൽ അങ്കുഷ് കോഫി ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു വൈസാബിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ എത്തിപ്പെട്ടത്.